വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാനൊരു സാധാ വളരെ ഈസി ആയിട്ടുള്ള പരിപ്പുകറിയാണ് വെക്കാൻ പോണത്. അതിനുവേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് പറയാം. പരിപ്പ് കഴുകിയെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്, കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. 1 കപ്പ് പരിപ്പാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 2 കപ്പ് വെള്ളം ഇതൊഴിച്ച് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല, ഇത് ചാറ് പോലുള്ളൊരു കറിയല്ലേ. കുക്കറിലൊരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ അളവ് കപ്പിന് തന്നെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചേർത്തതിൽ കുഴപ്പമില്ല, പക്ഷേ പരിപ്പ് കറിക്ക് ഇച്ചിരി വെളുത്തുള്ളി ചേർക്കുന്നതാണ് നല്ലത്. പച്ചമുളക്, അര സ്പൂൺ ജീരകം, കുറച്ച് വെള്ളത്തിൽ നല്ല വെണ്ണ പോലെ നരച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ അടിച്ചപ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടി അരച്ച് മിശ്രിതം ചേർക്കാം. പാകത്തിന് വെള്ളം ചേർക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. ഉപ്പ് പാകാണോ നോക്കാം. കുറച്ച് ഉപ്പിന് കുറവുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് താളിക്കാൻ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ചെറുള്ളി, ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് പരിപ്പ് കറിയിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മുടെ ഈസി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പരിപ്പിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും പപ്പടവും ഉണ്ടെങ്കിൽ ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.